അത് കാലപ്പഴക്കം ചെന്ന ഒരു വീടായിരുന്നു. ആരും താമസിക്കാതെ കാടുപിടിച്ച് കിടന്ന ആ വീടിനെക്കുറിച്ച് നാട്ടിൽ പല കഥകളും പ്രചരിച്ചിരുന്നു. രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാമെന്നും ജനലിലൂടെ ഒരു സ്ത്രീയുടെ നിഴൽ കണ്ടവരുണ്ടെന്നും ആളുകൾ പറയുമായിരുന്നു. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് ആ വീട് ഒരു സാഹസിക യാത്രയ്ക്കുള്ള ഇടമായിരുന്നു. അരുൺ, വിപിൻ, രാധിക, മീര 4 പേരും ധൈര്യശാലികളാണെന്ന് സ്വയം വിശ്വസിച്ചു. ഒരു ശനിയാഴ്ച രാത്രി അവർ ആ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കയ്യിൽ ടോർച്ചും ഫോണും കുറച്ച് പലഹാരങ്ങളുമായി അവർ യാത്ര തുടങ്ങി. ഇരുട്ട് കനത്തപ്പോൾ വീടിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ഒരുതരം ഭയം അവരെ പൊതിഞ്ഞു. കാട്ടിൽ മരങ്ങൾ ഉലയുന്ന ശബ്ദം പോലും ഭീകരമായി തോന്നി. വീടിന്റെ പ്രധാന വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് കടന്നപ്പോൾ തണുത്ത ഒരു കാറ്റ് അവരെ തഴുകി കടന്നുപോയി. പൊടിപിടിച്ച തറയും ചിലന്തിവലകളും പഴകിയ ഫർണിച്ചറുകളും ആ വീടിന് ഒരുതരം നിഗൂഢത നൽകി. അവർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഓരോ മുറിയും പരിശോധിച്ചു. അടുക്കളയിൽ തുരുമ്പെടുത്ത പാത്രങ്ങൾ ചിതറിക്കിടന്നു. ഒരു മുറിയിൽ പഴകിയ കട്ടിലും അതിൽ ഒരു പുതപ്പും കണ്ടു. ഇവിടെ ആരെങ്കിലും താമസിച്ചിരുന്നിരിക്കണം, അരുൺ പറഞ്ഞു. അവർ ഹാളിലേക്ക് തിരിച്ചു വന്നു. അപ്പോഴാണ് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു നേർത്ത കരച്ചിൽ കേട്ടത്. എല്ലാവരും പരസ്പരം നോക്കി. അത് കാറ്റായിരിക്കും, വിപിൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു. പക്ഷേ കരച്ചിൽ കൂടുതൽ വ്യക്തമായി കേൾക്കാൻ തുടങ്ങി. ഒരു സ്ത്രീയുടെ തേങ്ങൽ പോലെ. രാധികയുടെ മുഖം വിളറി. നമുക്ക് പോകാം, അവൾ പറഞ്ഞു. പേടിക്കാതെ, നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം, അരുൺ പറഞ്ഞു. അവർ പതുക്കെ പടികൾ കയറി. ഓരോ പടിക്കും ഒരുതരം ഞരങ്ങുന്ന ശബ്ദം. മുകളിലെത്തിയപ്പോൾ ഒരു മുറിയിൽ നിന്ന് വെളിച്ചം വരുന്നത് കണ്ടു. അവർ അങ്ങോട്ട് നടന്നു. മുറിയിൽ ഒരു പഴയ എണ്ണ വിളക്ക് കത്തിച്ചുവെച്ചിരിക്കുന്നു. അതിനടുത്ത് ഒരു സ്ത്രീയുടെ ചിത്രം. ചിത്രം കണ്ടപ്പോൾ രാധിക ഞെട്ടി. ഇത് എന്റെ മുത്തശ്ശിയുടെ കൂട്ടുകാരിയുടെ ചിത്രമാണ്. അവർ ഒരുപാട് വർഷം മുൻപ് ഈ വീട്ടിൽ വെച്ച് മരിച്ചുപോയെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, രാധിക വിറയലോടെ പറഞ്ഞു. അവർക്ക് ഭയം തോന്നിത്തുടങ്ങി. അപ്പോഴാണ് വാതിൽ താനെ അടഞ്ഞത്. ഇരുട്ടിൽ അവർക്ക് പരസ്പരം കാണാൻ കഴിഞ്ഞില്ല. മുറിയിലെ വിളക്ക് അണഞ്ഞു. ഒരു നിമിഷം നിശബ്ദത. പിന്നെ അവരുടെ പിന്നിൽ നിന്ന് ഒരു തണുത്ത നിശ്വാസം. നിങ്ങൾ എന്തിന് എന്റെ വീട്ടിൽ വന്നു? ഒരു നേർത്ത സ്ത്രീ ശബ്ദം. 4 പേരും ഭയന്നു വിറച്ചു. അവർക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ആ ശബ്ദം വീണ്ടും കേട്ടു, ഇത്തവണ കൂടുതൽ അടുത്തായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ... അരുൺ ധൈര്യം സംഭരിച്ച് ടോർച്ച് തെളിയിച്ചു. വെളിച്ചത്തിൽ അവർ കണ്ട കാഴ്ച അവരെ സ്തംഭിപ്പിച്ചു. മുറിയിലെ ചിത്രത്തിലെ സ്ത്രീ അവരുടെ മുന്നിൽ നിൽക്കുന്നു. കണ്ണുകൾ കുഴിഞ്ഞിരിക്കുന്നു, മുഖം വിളറി, കൈകൾ നീട്ടി അവരെ പിടിക്കാൻ ശ്രമിക്കുന്നു. അവർ നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടി. വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. തിരിഞ്ഞു നോക്കാതെ അവർ ഓടി അവരുടെ ഗ്രാമത്തിലെത്തി. പിന്നീടൊരിക്കലും ആരും ആ വീടിന്റെ അടുത്തേക്ക് പോയില്ല. ആ പഴയ വീട് ഇപ്പോഴും അവിടെയുണ്ട്. ഇരുണ്ട കഥകളും ഭീകരമായ രഹസ്യങ്ങളും പേറി. രാത്രികാലങ്ങളിൽ ഇപ്പോഴും അവിടെ നിന്ന് ഒരു സ്ത്രീയുടെ നേർത്ത കരച്ചിൽ കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു.